ഞാൻ സൂരജ് പാലക്കാരൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഒരു ചെറിയതല്ല, ഒരു വലിയ ജനകീയ പ്രശ്നം നിങ്ങളെ അറിയിക്കേണ്ടി വന്നതാണ്. നമുക്കെല്ലാം ബ്ലഡ് ആവശ്യമുള്ള ആൾക്കാരാണ്. ബ്ലഡിന് ജാതിയില്ല, മതമില്ല, ഒന്നും തന്നെയില്ല. ക്രിസ്തു ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ബ്ലഡിന് ഒരേ കളറാണ്, ചുവപ്പ് കളർ തന്നെയാണ്. എന്നാൽ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും എല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് രക്തം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ബ്ലഡ് ഡൊണേഴ്സിന്റെ തിരുവനന്തപുരം പ്രസിഡന്റ് പ്രിയപ്പെട്ട അനീഷ് ഇവിടെ വല്ലാത്തൊരു ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അനീഷിന് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇടിച്ച് പഞ്ചറാക്കി ഇവിടെ ഇട്ടിരിക്കുക. ഇതാണ് അനീഷിന്റെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില. ഏകദേശം ഒരു 1500-2000 പേർ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് ഈ മൊത്തത്തിൽ ബ്ലഡ്? 10,000-ഓളം പേർക്ക് രക്തം എത്തിച്ചു കൊടുത്ത ഒരാളുടെ അവസ്ഥയാണ്. രക്തം ചിന്തിക്കിടക്കുന്ന ഒരു അവസ്ഥ. ഇദ്ദേഹത്തിന് സംഭവിച്ചത് പോലീസുകാർ ഇടിച്ചു അവശനാക്കി മർദ്ദിച്ച് കിടത്തിയിരിക്കും. എന്തിനാണ് അനീഷ് ഈ സംഭവിച്ചത്? എന്തായിരുന്നു? SP ഫോർട്ട് ഹോസ്പിറ്റലിന്റെ അറവുശാല നയത്തിനെതിരെ പ്രതികരിച്ചതിനായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചു? ഉറക്കെ പറയാമോ? ഒരു പേഷ്യന്റിനെ അപകടവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു കളയണം, അല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ശരിയാക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യക്കകത്ത് വേറെ ഏത് ഹോസ്പിറ്റലിനും ഇതിനേക്കാൾ നല്ല ട്രീറ്റ്മെന്റ് തരാൻ കഴിയില്ല എന്നായിരുന്നു ഹോസ്പിറ്റൽ വൃത്തങ്ങളുടെ വാദം. അതിനെ തുടർന്ന് നിർബന്ധിത ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ എറണാകുളത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോവുകയും 3.5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പരിപൂർണമായും കാല് തിരിച്ചു കിട്ടുകയും കൂടാതെ പൂർണ്ണമായും നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും തൻഫലമായി എന്താ പറയുക, പുതിയ ജീവിതത്തിലേക്ക് ആ കൂട്ടുകാരൻ കൈപിടിച്ച് കയറ്റുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിനെതിരെ പ്രതികരിച്ചതിന് SP ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. എന്താ ചെയ്ത് അവരെന്നെ ശരിക്കും ചെയ്തു തന്നെ? അവിടുത്തെ SIയും CIയും 10ഓളം പോലീസുകാരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. 2 കൈകളിലും പോലീസുകാർ പിടിച്ചു വെച്ചിട്ട് മുതുകിൽ ഇടിക്കുകയും ചവിട്ടി താഴെയിട്ട് തറയിലിട്ട് ചവിട്ടുകയും അത് വലിച്ചഴിച്ചു കൊണ്ടുപോയി സെല്ലിലടക്കുകയും ചെയ്തു. വേറെന്താ പറഞ്ഞു? എന്നിട്ട് പറഞ്ഞു, ഇവിടെ 5-6 കസേരകൾ ബാക്കിയുണ്ട്, പൊട്ടിയത് കിടപ്പുണ്ട്, അതെല്ലാം കൂടി നിങ്ങൾ പൊട്ടിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ കേസെടുക്കും, കൂടാതെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ അടയ്ക്കും, ഇതെല്ലാം പോലീസുകാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആരോഗ്യനില എന്താ ശരിക്കും? കുഴപ്പമില്ല, നട്ടലിനും തലയ്ക്കും ബാക്കിലേക്ക് നന്നായിട്ട് മർദ്ദനം കിട്ടിയിട്ടുണ്ട്. ആഴ്ചകൾ വേണ്ടി വരും പഴയ അവസ്ഥ. ഇപ്പൊ ജനങ്ങളെല്ലാം അനീഷിന്റെ കൂടെയില്ലേ? അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഒരു പ്രശ്നം വരുമ്പം ഇത് സംഭവിച്ചിരിക്കുന്നത് വേറെ ഇടത്തല്ല, നമ്മുടെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു വിഷയമാണ്. എന്താ പറയുക, വല്ലാത്തൊരു കണ്ണു നിറയുന്ന കാഴ്ചയാണ്. പോലീസ് അധികാരികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ജനകീയ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നത് വല്ലാത്ത വേദനാജനകമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അധികാരികൾ ശ്രദ്ധിക്കണം. അനീഷിനെ പോലെ നാളെ ഒരു മനുഷ്യന് ഈ അവസ്ഥ ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞത് മറക്കണ്ട, രക്തത്തിന്റെ കളർ ചുവപ്പ് മാത്രമാണ്. അവിടെ ജാതിയുമില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഈ കിടക്കുന്ന മനുഷ്യനും ഈ കിടക്കുന്നവർക്കെല്ലാം രക്തത്തിന്റെ കളർ ഒന്ന് മാത്രമാണ്. പ്രതികരിക്കുക, അനീതിക്കെതിരെ പ്രതികരിക്കുക. വീണ്ടും കാണാം. പതിവ് പോലെ വിട പറയുന്നു. ഭയമില്ലാതെ നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.